ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വീഡിയോ. യെസ്, അപ്പോൾ നമ്മുടെ വെക്കേഷൻ എല്ലാം കഴിയാറായി. നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നു നമ്മുടെ +2. യെസ്, അപ്പോൾ അറിയാലോ, ഡേറ്റ് മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? നമ്മളിതാ April 30. റെഡി? April 30 ഈ മാസം ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ജ്വാല ബാച്ച്. അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ +2. ഓക്കെ, അപ്പോൾ പലർക്കും ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ +1 ടൈമിൽ പറ്റിയിട്ടുണ്ടാവും അല്ലേ? നല്ല രീതിയിൽ പഠിക്കാത്തതിൻ്റെ അല്ലെ നല്ലൊരു പ്ലാൻ ഇല്ലാത്തതിൻ്റെ എല്ലാം പേരിൽ. പക്ഷേ അതെല്ലാം നമ്മളെ കൂടെ മാറ്റി വെക്കുകയാണ്. +2നെ കുറിച്ച് ആദ്യം തന്നെ നമ്മൾ മക്കൾ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. +2 എന്ന് പറയുന്നത് നമുക്ക് ഒരു ചാൻസ് കൂടെ തരികയാണ്. ഓക്കെ, നമുക്ക് പറ്റിയിട്ടുള്ള +1ൽ നമുക്ക് എന്തെല്ലാം തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് നികത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത് +2 എന്ന് പറയുന്നത്. ആദ്യം തന്നെ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒക്കെ ഓക്കെ മക്കൾക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോട്ടെ, നമുക്ക് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ +2 ടൈമിലുണ്ട്. അത് നമ്മൾ വേണ്ട രീതിയിൽ സെറ്റായിട്ട് യൂസ് ചെയ്യും, അടിപൊളിയാക്കും നമ്മൾ. ദെൻ അതേപോലെ +1ൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു തെറ്റ് പോലും നമ്മൾ എവിടെ ആവർത്തിക്കില്ല, +2ൽ നമ്മൾ ആവർത്തിക്കില്ല. ആ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. ഉറച്ച ആ ഒരു തീരുമാനത്തോടെ വേണം നമ്മൾ April 30 അടിപൊളിയായിട്ട് ഐശ്വര്യമായിട്ട് നമ്മൾ +2 സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, യെസ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ റോഡ് മാപ്പ് വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു. ഈ 1 ഇയർ ഈ +2 നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ പറഞ്ഞു അല്ലേ? യെസ്, നല്ല അടിപൊളി പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ അത് കണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തു, നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. യെസ്, അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് സാറൊക്കെ നിൽക്കുന്നത്. റെഡി? അപ്പം നമുക്ക് 30 കാണാം ക്ലാസ് ഒക്കെ ആയിട്ട്. പക്ഷേ അതിനു മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം മക്കളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബുക്സിനെ കുറിച്ചാണ്. ഓക്കെ, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബുക്ക് എന്ന് പറയുന്നത് അല്ലേ? ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ പലരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിക്കണം അല്ലെ, ഇന്നത് കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്ലാനും കാര്യങ്ങളെല്ലാം മക്കൾക്ക് ഉണ്ടാവും. പക്ഷേ അതിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനും, അപ്പോൾ ലാംഗ്വേജ് ആയാലും, ഇപ്പോൾ അക്കൗണ്ടൻസി ആയാലും, ബിസിനസ് സ്റ്റഡീസ് ആയാലും, എക്കണോമിക്സ് ആയാലും എല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ പ്ലാനും കാര്യങ്ങളും നമുക്കുണ്ടോ, ഓക്കെ, എന്തെല്ലാം പ്ലാനും കാര്യങ്ങളും നമുക്കുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളത്. ഓക്കെ, മക്കൾക്ക് ഫോളോ ചെയ്ത് പോകാനും അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു തരാനും എന്തെല്ലാം ആവശ്യമുണ്ട് അതൊക്കെ ചെയ്തു തരാനും വേണ്ടി നമുക്കൊരു ബാച്ച് ഉണ്ട്, ജ്വാല ബാച്ച്. പക്ഷേ എത്രത്തോളം മക്കളെ ഒരു ഫോൺ യൂസ് ചെയ്തും അല്ലെങ്കിൽ ലാപ്പ് യൂസ് ചെയ്ത് നെറ്റ് യൂസ് ചെയ്തൊക്കെ നമ്മൾ എല്ലാ ടൈമും നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമുക്ക് എത്ര നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അതൊക്കെ അതിൽ ചില ടൈമുകളിൽ, ചിലതല്ല ഒരുവിധം ടൈമുകളിലൊക്കെ നമുക്ക് ചിലപ്പം ഈ ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് അതിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്ന ആ ഒരു ടൈമിനേക്കാൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ള ആ പ്ലാനിനോട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് അത്രത്തോളം അത് നമുക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം ഒരു കോർ ബുക്ക് എന്നുള്ള രീതിയിൽ പലരുടെ കയ്യിലും എന്തുണ്ടാവും? നമ്മുടെ NCERTയുടെ ടെക്സ്റ്റ് ഉണ്ടാവും അല്ലെ? പക്ഷേ ഈ NCERTയുടെ ടെക്സ്റ്റ് മാത്രം മതിയോ നമുക്ക്? ഇല്ല. കാരണം പലരും കഴിഞ്ഞ വർഷമൊക്കെ ഈ എക്സാം ടൈമിൽ സാറോട് തന്നെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, സാർ ഈ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം പഠിക്കണോ, ഇത് അത്രയ്ക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളത്. റെഡി? അവിടെയാണ് എന്ത് വരുന്നത്? അവിടെയാണ് നമുക്ക് എന്താകുന്നത് ഒരു ഹെൽപ്പിംഗ് ബുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ ഒരു ഗൈഡിൻ്റെ ഇമ്പോർട്ടൻസ് മക്കൾ മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ ആ ഒരു ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് മക്കൾ മനസ്സിലാക്കി വെക്കുന്നത്. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത്. ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ നല്ല അടിപൊളിയായിട്ടുള്ളതുകൊണ്ടാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയോ, നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് പലർക്കും മിസ്റ്റേക്ക് വരുന്നതാണ്, പല ടേമുകൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ എക്സാം ടൈമിൽ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പിക്
ടോപ്പിക് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് മറ്റെന്തോ കഴിഞ്ഞ ചാപ്റ്ററിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ ഇതൊരു റിലേറ്റഡ് ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്തായിരുന്നു എന്നുള്ള അങ്ങനെ എന്താണ് ഒരുപാട് ഡൗട്ട് കാര്യങ്ങൾ നമുക്ക് എന്താണ് ചില ടൈമിൽ ഈ എക്സാം ടൈമിൽ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ വരും. അപ്പോൾ എന്താക്കും, നമ്മൾ ആ ഒരു ടോപ്പിക് അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മൾ അധികവും ചെയ്യുന്നത് എന്താണ് ആ ഒരു ചാപ്റ്റർ നോക്കി അല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ വീഡിയോ നോക്കി ആ ഒരു കീ പോയിന്റ് വരുന്നവരെ നമ്മൾ എന്താക്കുന്നു, ഒരു വീഡിയോ ഒക്കെ കണ്ട് വേണം അത് മനസ്സിലാക്കാൻ. പക്ഷെ അവിടെ ആ ഒരു ക്വിക്ക് റിവിഷൻ ആവശ്യമുള്ള ടൈമിൽ അത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിൽ ഒരു ബുക്ക് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അത് പലരും ശ്രദ്ധിക്കുന്നില്ല. അവിടെ നമുക്ക് യെസ് അവിടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് നമുക്ക് ക്ലാസ് അവൈലബിൾ ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് പോകും. പക്ഷെ അതിലും എളുപ്പത്തിൽ നമുക്ക് അത് പെട്ടെന്ന് ക്വിക്ക് റിവിഷൻ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ നമുക്ക് എന്ത് തരുന്നുണ്ട്, ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഒരു ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം. ഓക്കെ, ഒരു ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം പലർക്കും ഇപ്പോഴും അറിയില്ല. ഇത്ര മാർക്കിന് എത്ര എഴുതണം, അല്ലെങ്കിൽ എങ്ങനെ എഴുതണം, എങ്ങനെ അതിൻ്റെ ആ പോയിന്റ്സ് ഒന്നും മിസ്സാകാത്ത രീതിയിൽ എങ്ങനെ ഇത്ര മാർക്ക്, 4 മാർക്കിനായാലും 5 മാർക്കിനായാലും എങ്ങനെ എക്സാമുകൾ എഴുതണം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഡിഫറെൻറ്റ് കേസസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ അക്കൗണ്ടൻസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ, അത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയൊക്കെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അല്ലെങ്കിൽ ഓരോ വീഡിയോ കണ്ട് പല വീഡിയോസിൽ പല കേസസ് നമ്മൾ ക്വസ്റ്റ്യൻ വൈസ് ചെയ്യും. പക്ഷെ അത്രത്തോളം പല വീഡിയോസിലൂടെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് പഠിക്കാൻ ആവശ്യമാണ്. പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ട സമയത്ത് പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഒരു ബുക്ക് അവൈലബിൾ ആണെങ്കിലോ ശ്രദ്ധിക്കുന്നില്ല പല കാര്യങ്ങളൊന്നും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും വേണ്ട രീതി ആരും സ്റ്റോറേജ് ചെയ്തൊന്നും വെക്കാറില്ല പലരും അല്ലേ. യെസ്, ചിലപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ബാച്ചസിൽ അവൈലബിൾ ആണ് അല്ലേ, നമുക്ക് നമ്മൾ വീഡിയോ ചെയ്യും. പക്ഷെ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് യെസ് നമ്മൾ വീഡിയോ തപ്പിപ്പിടിച്ച് കാണുന്നതിന് പകരം നമുക്കൊരു ബുക്കിൽ ഇതെല്ലാം അവൈലബിൾ ആണെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. യെസ്, റെഡി. അതേപോലെ തന്നെയാണ് നമുക്ക് കോംപ്ലക്സ് കൺസെപ്റ്റുകൾ, പല കൺസെപ്റ്റുകൾ ഓരോ സബ്ജക്റ്റിൽ നമുക്ക് കുറച്ച് വായിച്ചാൽ പെട്ടെന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. സോ അതിന് നമുക്ക് ഒന്ന് ചിലപ്പോൾ നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് മക്കൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അയ്യോ അങ്ങനെ ഒരു ബുക്ക് നമുക്ക് അവൈലബിൾ ആണോ എന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതുപോലെ കീ ഇൻഫർമേഷൻസ് ആയാലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയാലും ഒരു ചാപ്റ്ററിൻ്റെ അല്ലേ, ഒരു ചാപ്റ്റർ നമ്മൾ എക്സാം ടൈമിലൊക്കെ പഠിക്കാതിരിക്കുന്ന സമയത്ത് ഇതിൽ പഠിച്ച് തീരൂല, അപ്പോൾ പെട്ടെന്ന് ഇതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ അവിടെ ആരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് നമുക്കുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിലേക്ക് പോകുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ നമുക്ക് പ്ലാനും അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ നമ്മൾ സെറ്റാക്കി നമുക്ക് അവൈലബിൾ ആയി വെക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ നമുക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു ബുക്കിനെ പറ്റിയും കൂടെ മക്കൾ ചിന്തിച്ചിരുന്നെങ്കിലോ, നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്ലാനും കാര്യങ്ങളും അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ. യെസ്, അവിടെയാണ് എന്ത് വരുന്നത്. യെസ്, അവിടെയാണ് നമുക്ക് നമ്മുടെ ബുക്സിനെ പറ്റി മക്കൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു കോർ ബുക്ക് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഹെൽപ്പിംഗ് ബുക്ക് എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മുൻപും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോസിൽ നമ്മളെ ബുക്സിനെ പറ്റി പറഞ്ഞിട്ട് അല്ലേ. ഒരു NCERT ബുക്സും ഈ ഒരു ബുക്സ് എക്കണോമിക്സിൻ്റെ ബുക്സാണ് +2 ഓക്കെ. ഒരു NCERT എക്കണോമിക്സിൻ്റെ ബുക്സും ഇതും വെച്ച് മക്കൾ നോക്കൂ. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ പ്രോബ്ലംസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമുക്ക് ഈ ബുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചാപ്റ്റർ വൈസ് സിംപ്ലിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺസെപ്റ്റുള്ള കാര്യങ്ങളായാലും എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആയാലും NCERT സിലബസിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ നമുക്ക് ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ആണെങ്കിൽ അതേപോലെ കോംപ്ലക്സ് കൺസെപ്റ്റ് നമുക്ക് എങ്ങനെയായാലും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് എങ്ങനെ ഒരു ആൻസർ എഴുതണം അല്ലെ, ഓരോ മാർക്കിന് നമുക്ക് എങ്ങനെ വരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ അക്കൗണ്ടൻസിയുടെ ഒക്കെ കേസിൽ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ, എങ്ങനെയാണ് നമ്മളത് എഴുതി വരുന്നത്. ഈ പ്രോബ്ലം പേപ്പറൊക്കെ എങ്ങനെയാണ് ഒരു മാർക്ക് വൈസ് എഴുതുന്നത്. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ കുറച്ച് എഴുതാണ്ടാവും. അപ്പം നമുക്ക് ഡൗട്ടായിരിക്കും ഇത്രയാണോ, ഇനി എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ അല്ലെ. അപ്പോൾ സോ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മളൊരു എക്സാമിന് ആൻസർ ചെയ്യേണ്ടത്, ഏത് ലാംഗ്വേജസിൽ എഴുതണം, അതുപോലെ എങ്ങനെ നമ്മൾ ആ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതൊക്കെ മക്കൾക്ക് എന്താക്കാൻ പറ്റും, ഇത്തരത്തിലൊരു ഹെൽപ്പിംഗ് ബുക്ക് കൊണ്ട് നികത്താൻ പറ്റുന്ന തെറ്റുകളാണ്.
ഓക്കെ, അത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നല്ലൊരു പ്ലാനും കാര്യങ്ങളൊക്കെ മക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ കൂടെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യമാണ് ഒരു ഹെൽപ്പിംഗ് ബുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഈ ബുക്ക്. ഇത് ബിസിനസിൻ്റെ ബുക്സാണ്. ഓക്കെ, NCERTയുടെ ബിസിനസിൻ്റെ ടെക്സ്റ്റും ഇതും കൂടെ മക്കൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ബുക്സാണിത്. then അതേപോലെ അക്കൗണ്ടൻസി ഉണ്ട്. അക്കൗണ്ടൻസി നോക്കുക, അക്കൗണ്ടൻസി ചെറിയ ബുക്കാണ്. പക്ഷേ ഇതിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഇതിൽ ചെയ്യാത്ത ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് വരുന്ന ഒരു കാര്യങ്ങളും മിസ്സാകാതെ ചെയ്തിട്ടുള്ള ബുക്കാണത്. ഓക്കെ, സോ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഹെൽപ്പിംഗ് ബുക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. സോ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ പലരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഏപ്രിൽ 30 പഠിക്കാൻ പലരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ കൂട്ടത്തിലേക്ക് മക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഒരു ബുക്ക് എപ്പോഴും നമ്മുടെ കൂടെ നമുക്കിപ്പോൾ നമ്മുടെ ബുക്ക് അവൈലബിൾ ആണ്. 1100 രൂപയാണ്, 1500 രൂപ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് നമുക്കിത് അവൈലബിൾ ആകുന്നത്. സോ ഒരിക്കലും എന്താക്കാതിരിക്കുക, ഈ ഒരു ഓഫർ മിസ് ചെയ്യാതിരിക്കുക. ഈ ഒരു ബുക്ക് മക്കൾ വാങ്ങി എന്നതുകൊണ്ട് ഒരു നഷ്ടവും മക്കൾക്ക് സംഭവിക്കാൻ പോകില്ല. പകരം ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ ഇരിക്കുന്ന, നന്നായിട്ട് പ്ലാനൊക്കെ ചെയ്ത് വെക്കുന്ന മക്കൾക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ മക്കൾ മറന്നു പോകാതിരിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ എല്ലാ കാര്യങ്ങളും, അതൊരു പ്ലാൻ ആയാലും നല്ല ഡിറ്റർമിനേഷനോട് ഒരു പ്ലാൻ ആയാലും അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ എന്തെല്ലാം നമുക്ക് വേണം, മെറ്റീരിയൽ ആയാലും ബുക്സ് ആയാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ. സോ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം മറന്നു പോകരുത്, ഈ ബുക്സിൻ്റെ കാര്യത്തിലും മക്കൾ നല്ല രീതിയിലൊരു തീരുമാനമെടുക്കുക. ഒരു ബുക്സ് എപ്പോഴും മക്കളെ കൂടെ ഉണ്ടാവണം. ഓക്കെ, യെസ്. അപ്പോൾ മറന്നു പോകണ്ട, ഏപ്രിൽ 30 നമുക്ക് വീണ്ടും കാണാം അന്ന്. അപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടി കൃത്യം അന്ന് ഏപ്രിൽ 30 നമ്മൾ ലൈവിലൊക്കെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ജ്വാല ബാച്ച് കൂടെ ഉണ്ട്, സാറും മിസ്സും ഒക്കെ കൂടെ ഉണ്ട്. +2 നമ്മൾ ഉഷാറാക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.